നമസ്കാരം. ഞാൻ ദിനേശ് സൗപർണിക. നമ്മളുടെ ഈ കുറ്റിമുല്ല കൃഷിയുടെ വീഡിയോ കണ്ടിട്ട് വന്ന ആൾക്കാരാണ്. നമുക്ക് പരിചയപ്പെടാം. എവിടുന്നാണ് വരുന്നതെന്ന് നമ്മള് പറയൂ. തൃശ്ശൂര് തൃശ്ശൂർ എവിടെയാ? തൃശ്ശൂര് കുണ്ടികാട് എന്ന് പറയും. കുണ്ടുകാട്. രാമവർമ്മ റൂട്ട്. നമ്മളെ എഞ്ചിനീയറിംഗ് റൂട്ട് അല്ലേ? ാണ് ഇവർ വന്നത് കുറ്റിമുല്ല കൃഷിയെ കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും. അപ്പോൾ ഞാൻ ഇവരോട് ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞു കണ്ട് മനസ്സിലാക്കുകയാണ് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയേണ്ടത്? നമുക്ക് ഇതിനെ പറ്റി അറിയേണ്ടത് വെച്ചാൽ ഇതിനെ കുഴിച്ചുള്ള എത്ര ആഴ്ച കുഴി വേണം, അതുപോലെ എത്ര ഡിസ്റ്റൻസ് വേണം, മറ്റേ വിത്തും രണ്ട് സൈഡിലേക്ക് ഡിസ്റ്റൻസ് നമുക്ക് അറിയണം. അപ്പോൾ ഒരു കുറ്റിമുല്ല കൃഷി ചെയ്യുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം നമുക്ക് 100% വെയിലുള്ള ഒരു സ്ഥലം വേണമെന്നുള്ളതാണ്. ഒരു തരി ഷെയ്ഡ് പാടില്ല. അപ്പോൾ ഒരു ചെടി അടുത്ത ചെടിയും നമ്മൾ 1.5 മീറ്റർ ഡിസ്റ്റൻസിലെങ്കിലും ഒരു ചെടിയും തന്നെ ഒരു വരിയിൽ നിൽക്കണം. നിരകൾ തമ്മിൽ 1.5 മീറ്റർ ഡിസ്റ്റൻസ് വേണം. ഇത് നമുക്കിഷ്ടമുള്ളത് എന്ന് വെച്ചാൽ മാറ്റാട്ടോ. ഇതിങ്ങനെ പറയണതെന്ന് വെച്ചാൽ ഈ ചെടി തമ്മിൽ കൂട്ടി മുട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിൻ്റെ കുഴി എന്ന് പറഞ്ഞത് 1.5-2 അടി ആഴത്തിലുള്ള നല്ലൊരു കുഴി എടുത്തിട്ട് ആ കുഴിയിൽ വളം എന്തെങ്കിലുമൊക്കെ ആദ്യം തന്നെ നിറയ്ക്കുക. ജൈവവളങ്ങൾ എന്തെങ്കിലുമൊക്കെ നിറച്ച് അതിലാണ് നമ്മൾ തൈ വെക്കേണ്ടത്. കുഴി കുത്തിയ ശേഷം വളമിട്ട് മൂടണം. അത് കുഴി കുത്തിയിട്ട് വളമിട്ടിട്ട് നമ്മൾ ആ കുഴി ഒന്ന് മൂടി വെക്കും. ഒരാഴ്ച മൂടി വെക്കും. എല്ലാ വളങ്ങളും ഇട്ടിട്ട് മൂടി വെക്കും. മുഴുവൻ മൂടില്ല, ലേശം മണ്ണിട്ട് വെക്കും. അപ്പോൾ ഈ വളം അതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് നന്നായി പ്രോസസ്സാവും. അപ്പോഴാണ് വളം ചെടികൾക്ക് വലിച്ചെടുക്കാൻ രൂപത്തിൽ സെറ്റാവുക. ആ സമയത്താണ് നമ്മൾ എന്ത് ചെയ്യണത്? ചെടി കൊണ്ട് വെക്കണേ. ഈ ചെടി വെക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് വേരുപടലം നന്നാവാൻ വേണ്ടിയിട്ട് വാം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ആ വാം എന്ന് പറഞ്ഞതും കൂടി ഇതിൽ നടണം. ഇത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട. അപ്പോൾ നിങ്ങളുടെ ഉദ്ദേശം നല്ലൊരു വലിയൊരു കൃഷിയാണോ അതോ ഒരു ചെറുകിട രീതിയിലുള്ള ഇതാണോ? നമുക്ക് അത്യാവശ്യം തരക്കേടില്ലാത്ത രീതിയാണ് ഉദ്ദേശിക്കുന്നത്. അത്യാവശ്യം സ്ഥലത്ത് കൂടുതൽ സ്ഥലത്തേക്ക് 2 ഏക്കർ സ്ഥലം ചെയ്യാനുള്ള ഒരു കാര്യം. അപ്പോൾ നിങ്ങൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു ചെറിയ ഭാഗത്ത് നന്നായിട്ട് തുടങ്ങുക. മെല്ലെ മെല്ലെ വെച്ചിട്ട് പോകുക. ആദ്യം തന്നെ വെറുതെ കുറച്ച് ചെയ്തു പോകണതിൽ നല്ല ഈ ഇപ്പോൾ 100 ചെടിയെ വെക്കേണ്ട 100 ചെടിയും ഇതേപോലെ കൃത്യമായ ഡിസ്റ്റൻസിൽ സെറ്റ് ചെയ്ത് വെക്കുക. വളമൊക്കെ കൂടി സെറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് കാണാനൊരു ഇതുണ്ടാവും. പിന്നെ വേറൊരു കാര്യം എന്താ അറിയുമോ? ഞാൻ പറയുന്നത് ആദ്യം തന്നെ എൻ്റെ അഡ്വൈസ് അതാണ്, ആദ്യം പൂ പ്രതീക്ഷിക്കരുത്. നിങ്ങൾ വെച്ച ഉടനെ പൂ പൊട്ടിച്ച് വെക്കണമെന്ന് കരുതരുത്. 7 മാസത്തോളം ഇതിൻ്റെ പ്രൂണിങ് ആണ്. അതായത് ചെടി വളർത്താൻ വേണ്ടി അത് കൃത്യമായ വളമൊക്കെ കൊടുത്ത് അസുഖങ്ങളില്ലാത്ത രീതിയിൽ ചെയ്യുക. പിന്നെ ഞാൻ പറഞ്ഞു നല്ല തൈ എന്ന് നിങ്ങൾ വന്നപ്പോൾ ചോദിച്ചു. നല്ല തൈ എന്ന് പറയുന്ന ഒരു തൈയല്ല, നമുക്ക് കിട്ടുന്ന ഈ തമിഴ്നാട് ഏരിയയിൽ കിട്ടുന്ന എല്ലാ തൈയും നല്ല തൈയാണ്. തൈയിനെ നമ്മൾ നന്നാക്കി എടുക്കുക എന്നുള്ളതാണ്. അത് നമ്മളെ കഴിവാണ്. നല്ല ഭംഗിയിൽ നഴ്സറിയിൽ കുറേ വളമിട്ട് വളർത്തിയൊരു തൈ കൊണ്ടുവയ്ക്കുന്നതിലും നല്ലത് കുറച്ച് സാധാരണ രീതിയിലുള്ള ഒരു തൈ നിങ്ങളെ കയ്യിൽ കിട്ടിയിട്ട് നിങ്ങളുടേതായ രൂപത്തിൽ വളർത്തി ഇതിനെ സെറ്റാക്കി എടുത്താൽ അത്രയും വളം ഇപ്പോൾ 2 രീതിയിൽ ചെയ്യാം. ജൈവവളങ്ങൾ ചെയ്യാം, രാസവളങ്ങൾ ചെയ്യാം. ഇപ്പോൾ പശുവും തൊഴുത്തൊക്കെ വീടുകൾ ഉള്ള ആളുകളാണെങ്കിൽ അവർക്ക് കൂടുതലായിട്ട് ഈ കാലിവളം തന്നെ നന്നായി കിട്ടുന്നുള്ളത് കൊണ്ട് ആട്ടുംകാട്ടോ കാലിവളോ ഈ സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് നന്നായി വളർത്താം. പിന്നെ എപ്പോഴും ശരിക്കൊരു ബൂസ്റ്റിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് രാസവളം ആവശ്യം. രാസവളം കേടുള്ള സാധനമൊന്നുമല്ല. കൃത്യമായ ഇടവേളകളിൽ ശരിക്കും രാസവളം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള റിസൾട്ട് കിട്ടും. അപ്പോൾ കൃഷിത്തോട്ടം ഇവിടെ കാണാനും അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാനും വന്ന ആളുകളാണ്. അവരുടെ പേരൊക്കെ ഒന്ന് ചോദിക്കാം. ഷൈജു. നിങ്ങളുടെ കണക്ഷൻ? കൂട്ടുകാരാണ്. ചേട്ടൻ്റെ പേര്? പത്രോസ്. വിനു. അപ്പോൾ നിങ്ങളെല്ലാവരും ഒരു ഗ്രൂപ്പായിട്ട് ചെയ്യാനുള്ളതാണ്. ഇതിൽ കാര്യം എന്താ, പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ എല്ലാവരും ഇറങ്ങി ഇത് ചെയ്യുകയാണെങ്കിൽ വളരെ കറക്റ്റായിട്ട് നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. അല്ലാതെ ഒരാളെ ഏൽപ്പിച്ചിട്ട് കുറച്ച് ആൾ നോക്കിക്കോളും എന്നുള്ള തരത്തിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് റിസൾട്ട് വളരെ മോശമായിരിക്കും. അപ്പോൾ തോട്ടം കാണാനും നമ്മളോട് വിവരങ്ങൾ അന്വേഷിക്കാനൊക്കെ വന്ന അവർക്ക് നമ്മളുടെ ഒരു നല്ല കുറ്റിമുല്ലയുടെ തോട്ടം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.